ശരി. കേരളത്തിലെ പ്രതിപക്ഷം നിരവധി നാളുകളായി ഗൗരവത്തോടുകൂടി സർക്കാരിനെതിരായും പോലീസ് ഭരണത്തിനെതിരായും ഉന്നയിച്ചൊരാക്ഷേപമുണ്ട്. മുഖ്യമന്ത്രിയല്ല പോലീസ് ഭരിക്കുന്നത്, ഉപജാപക സംഘമാണ് എന്നാണ് പറയുന്നത്. ആ പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ അടിവരയിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ജഡ്ജിമെൻറ്റ്. ഈ ക്ലീൻ ചിറ്റ് കൊടുക്കാനുള്ള തീരുമാനം ഏത് അദൃശ്യ ശക്തിയാണ് എടുത്തതെന്നാണ് കോടതി ചോദിച്ചത്. കോടതിക്ക് ഉപജാപക സംഘമെന്ന് എന്നെ പോലെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കോടതി അദൃശ്യ ശക്തി എന്ന് പറയുന്നത്. ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന സ്വന്തക്കാർക്ക് വേണ്ടി, ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു അദൃശ്യ ശക്തി ഈ ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് വായിച്ചു നോക്കിയാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്കും ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാവും. ഇത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. മൗനത്തിൻ്റെ വാത്മീകത്തിൽ ഒളിക്കരുത്, ഇതിന് മറുപടി പറയണം. ഗുരുതരമായ ഒരാരോപണമാണ് മുഖ്യമന്ത്രിക്ക് നേരെ, പോലീസ് ഭരണത്തിന് നേരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തിനാണ്? അപ്പോൾ ഞാൻ ഉന്നയിച്ച പഴയൊരു ആരോപണമുണ്ട്. അജിത് കുമാറായിരുന്നു RSS നേതാവുമായിട്ട് തൃശ്ശൂരിൽ സർക്കാരിന് വേണ്ടി, മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച ഇടനിലക്കാരൻ. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി വഴിവിട്ട ഒരുപാട് കാര്യങ്ങൾ. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ജോലിയൊന്നും അല്ലല്ലോ RSS നേതാക്കളുമായിട്ട് സംഭാഷണം നടത്തി ഗവൺമെൻറ് സഹായിക്കാൻ. അതിൻ്റെ ഇടനിലക്കാരനായിരുന്നു അജിത് കുമാർ, ഇല്ലേ? അവസാനം ആദ്യം എല്ലാവരും നിഷേധിച്ചു, ഒസബളയുമായി അവസാനം സംസാരിച്ചു എന്ന് സമ്മതിച്ചു. എൻ്റെ ആരോപണം തെറ്റായിരുന്നില്ല, ആരോപണം ശരിയായിരുന്നു. അപ്പോൾ ഇതെല്ലാത്തിനും കൂട്ടുനിന്ന ഒരു ഉദ്യോഗസ്ഥനെ വഴിവിട്ടാണ് മുഖ്യമന്ത്രി കേസിൽ സഹായിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്വജന പക്ഷപാതമാണ് നടക്കുന്നത്, നീതി നടപ്പാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഈ മൊഴിപ്പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് അൻവറിനെ കണ്ട് സംസാരിച്ചു എന്നുള്ളത്. അപ്പം അൻവറിന് വഴങ്ങാത്തത് കൊണ്ടാണ് തനിക്കെതിരെ സംസാരിച്ചതെന്നാണ് ഈ അജിത് കുമാർ മൊഴി നൽകിയിട്ടുള്ളതെന്നാണ് ആ പകർപ്പ് മൊഴിയിൽ പറയുന്നത്. അല്ല, അത് ഇപ്പോൾ കോടതി പറഞ്ഞല്ലോ, നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, അതല്ലല്ലോ, ഡിസ്പ്രൊപ്പോർഷനേറ്റ് ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വിടുതൽ ചെയ്തുകൊണ്ട് ക്ലീൻ ചിറ്റ് കൊടുത്തതിൽ ശരിയായില്ല, തെറ്റാണ്, ഒരു അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു തെറ്റായി ഒരാളെ രക്ഷിക്കാൻ കൂട്ടത്തിൽ നിൽക്കുന്ന വേണ്ടാത്ത പണി ചെയ്തിരുന്ന ഒരാളെ സഹായിക്കാൻ മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടു. ഒരു അദൃശ്യ ശക്തി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഏതാണ് ഈ അദൃശ്യ ശക്തി? അത് ഞങ്ങൾ പറയുന്ന ഉപജാപക സംഘം തന്നെ. മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതും ആ ഉപജാപക സംഘമാണ്. അതാണ് വെളിയിൽ വന്നിരിക്കുന്നത്, ആ യാഥാർത്ഥ്യം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു വിഷയം, ഈ കിഫ്ബി പാലങ്ങളിങ്ങനെ ഓരോന്നായിട്ട് തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറില്ലേ, പാലാരിവട്ടം പാലം തകർന്നു വീണില്ല. നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയാക്കി. ഒരു റിപ്പോർട്ട് വന്നു. എന്താണ് വന്നത്? അതിനൊരു എഞ്ചിനീയറിംഗ് പിഴവുണ്ടെന്ന്. അപ്പോൾ ഡിമാൻഡ് ചെയ്തത് അതുമ്പോൾ ലോഡ് ടെസ്റ്റ് നടത്തണമെന്ന. ലോഡ് ടെസ്റ്റൊന്നും നടത്തിയില്ല. പാലം തകർന്ന് വീണില്ല. പക്ഷെ അത് പഞ്ചവടി പാലമാണ്, കുഴപ്പമാണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കേസിൽപ്പെടുത്തി, വിജിലൻസ് കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ നോക്കിയ ഒരു പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. ഓരോ മാസം ഓരോ പാലം താഴോട്ട് വീഴുക. മറ്റത് വീണിട്ടില്ല. ജനങ്ങളൊക്കെ വിചാരിച്ചിരിക്കുന്ന പാലാരിവട്ടം പാലം തകർന്ന് വീണെന്ന്. എറണാകുളത്തുള്ളവർക്ക് അറിയുള്ളൂ, പാലമൊന്നും വീണില്ല. പാലത്തിന് ഒരു കാഴ്ചയിലും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് പാലം പുഴ കിടക്കുവാണ്, മൂന്നാമത്തെ പാലമാണ് PWD. ഇത് 24 കോടി രൂപയുടെ പാലമാണ്. എല്ലാ മാസവും ഒരു പാലം വീണുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള, അവരും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള PWD തമ്മിൽ മത്സരമാണ്. ഒരു ദിവസം ഒരു പാലം PWDയുടെ വീണാൽ 3 ദിവസം അടുപ്പിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഹൈവേ പണി അടന്നു വീണുകൊണ്ടിരിക്കും. എത്ര സ്ഥലത്താണ് നടക്കുന്നത്? എന്നിട്ട് കേരള ഗവൺമെൻറ്റിന് പരാതിയില്ല. കേരള ഗവൺമെൻറ്റിന് NHAയ്ക്കെതിരെ പരാതിയില്ല, കേന്ദ്ര ഉപരിതല വകുപ്പിനെതിരെ പരാതിയില്ല. എങ്ങനെ പരാതിപ്പെടാൻ പറ്റും? സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏജൻസി PWD പണിയുന്ന പാലം. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞിനെതിരെ കേസെടുത്തെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ എടുക്കുന്നില്ല? അതാണ് ചോദ്യം. എഞ്ചിനീയറിംഗ്, പാലത്തിൻ്റെ എഞ്ചിനീയറിംഗ് നോക്കുന്ന മന്ത്രിയല്ല. ഞാൻ ആ വാദത്തെ സമ്മതിക്കുന്നു. പക്ഷേ അന്ന് പിന്നെ നിങ്ങൾ എന്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെ നിങ്ങൾ പ്രതിയാക്കിയത്? ഇബ്രാഹിം കുഞ്ഞിനെ പ്രതിയാക്കിയ ആളുകളുടെ മുമ്പിൽ അപമാനിച്ച കോടതി ഇടപെട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ ജയിലിൽ കിടന്നേനെ. ഇപ്പോഴും ജയിലിൽ കിടന്നു ഇല്ലേ? അപ്പോൾ ഇപ്പോൾ ഈ മന്ത്രിയുടെ പാലം മുഴുവൻ വീഴുന്ന 24 കോടി രൂപയുടെ അടക്കം അതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങളാണ്. പാലം വീണുകൊണ്ടിരിക്കുകയാണ്.
നിരന്തരമായി വീണുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മരിക്കുകയാണ്. കഴിഞ്ഞ പാലം വീണപ്പോൾ 2 പേര് മരിച്ചു, ഇപ്പോൾ ഒരാൾക്ക് പരിക്കേറ്റു, വേറെ 3 പേർക്ക് പരിക്കേറ്റു ഇല്ലേ. നിരന്തരമായി വീഴും. അപ്പോൾ ഗവൺമെൻറ് വ്യക്തമാക്കണം, അന്ന് ചെയ്തതിന് നമ്മളെ കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു വാചകമോ നിങ്ങളതൊന്നും ഗൗരവത്തിലെടുത്തിട്ടില്ല, നിങ്ങളത് ഗൗരവത്തിലെടുത്തിട്ടില്ല. ഞാനൊന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ വാചകം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. കാലം മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും. എഴുതി വെച്ചോ. അതാണിതെല്ലാം. ഈ വോട്ടർ പട്ടിക വിഭാഗത്തിൽ ദിവസങ്ങളായി BJP നേതാക്കൾക്കെതിരെ വലിയ തെളിവുകൾ പുറത്തുവരുന്നുണ്ട്. ഇതേ കേന്ദ്രമന്ത്രി ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. ഒരാളും മിണ്ടിയിട്ടില്ലല്ലോ. BJP കേന്ദ്ര നേതൃത്വം മിണ്ടിയ, പ്രധാനമന്ത്രി സംസാരിച്ചോ? ഗുരുതരമായ ആരോപണമല്ലേ വന്നിരിക്കുന്നത്. ഏകാധിപതികളായ ഭരണാധികാരികൾ പല രാജ്യങ്ങളും ഭരിച്ച കാലത്ത് തെരഞ്ഞെടുപ്പ് കൃത്രിമമുണ്ടാക്കി അവർ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റാണ് ഇന്ത്യയിൽ നടന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്ന 24-ലെ തെരഞ്ഞെടുപ്പിൽ നടന്ന കാര്യങ്ങൾ. തെളിവുകൾ സഹിതം ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ ദേശീയതലത്തിൽ കൊടുത്തു. അതിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ ഒന്നല്ല നിരവധി ആക്ഷേപങ്ങൾ, നിരവധി ആരോപണങ്ങൾ ഉണ്ടായി. മറുപടി പറയുന്നില്ല. ഞങ്ങളോട് പോയി തൂങ്ങിച്ചാകാരോട് പറയണം BJP നേതാക്കന്മാർ. ഏത് ആരോപണം ഉന്നയിച്ചവരോട് തൂങ്ങിച്ചാകാരോട് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി മത്സരിച്ച മണ്ഡലങ്ങൾക്കെതിരെ BJP ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ. വയനാട് അടക്കമുള്ള മണ്ഡലങ്ങൾക്കെതിരെ അവിടെ മുഴുവൻ വോട്ട് ഞങ്ങൾ ചേർത്തിട്ടില്ല. പിന്നെ ഇനി ഡബിൾ വോട്ട് ചേർക്കാൻ പോകണം. ഞാൻ വിളിച്ച എല്ലാവരും അന്ന് വഴക്ക് പറഞ്ഞാൽ കുറേ കൂടി വോട്ട് അവിടെ ചേർക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ അവർ മത്സരിക്കുന്നതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്തു. എന്നിട്ട് പോലും കുറേ വോട്ടുകൾ ചേർക്കാനുണ്ടായിരുന്നു. ഈ നിലമ്പൂര് വയനാട് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഇപ്പം ചെന്നിട്ട് ഞങ്ങൾ 7000-8000 വോട്ട് ചേർത്തു. അതിന്റെ അർത്ഥം എന്താ? അതിലൊരു 5000 വോട്ട് പാർലമെന്റ് ഇലക്ഷന് മുമ്പ് ചേർക്കേണ്ടിയിരുന്ന വോട്ടായിരുന്നു നിലമ്പൂര്. അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഭൂരിപക്ഷം നമുക്ക് 4 ലക്ഷം 5 ലക്ഷത്തിന്റെ അടുത്ത് എത്തിക്കായിരുന്നു. ഉള്ള വോട്ട് ചേർത്തിട്ടില്ല. പിന്നെ ഈ കള്ള വോട്ട് ചേർക്കാം. അത് കോൺഗ്രസേ. ആറ്റിങ്ങൽ അടൂർ പ്രകാശ് കാണിച്ച ജാഗ്രത മറ്റിടങ്ങളിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തീർച്ചയായും സത്യമാണ്, അത് ഉറപ്പാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയല്ല. കുറേ കൂടി ജാഗ്രത വോട്ട് ചേർക്കുന്ന കാര്യത്തിലും ഇപ്പോൾ കോൺഗ്രസിനുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ UDF പ്രവർത്തകർ ജാഗ്രതയോടുകൂടി പേര് ചേർത്തിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും, ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും, ജനറൽ ഇലക്ഷൻ്റെ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോഴും ഞങ്ങൾ പ്രത്യേകമായി സ്ക്രൂട്ടിനി നടത്തും. അതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ ഇതാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്ന ഇങ്ങനെ കേരളത്തിൽ വോട്ട് ചേർക്കുമെന്ന്, ഇറഗുലാരിറ്റീസ് ഇത്രയും ഉണ്ടാവും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചില്ല. പിന്നെ തീർച്ചയായിട്ടും ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവർ സൂക്ഷ്മമായി അന്ന് പരിശോധിച്ചിട്ടില്ല. അത് സത്യമാണ്. അതിനെന്താ തെറ്റ്? അത് പരിശോധിച്ചിട്ടില്ല. അത് കാരണം സാധാരണ എല്ലാ പ്രാവശ്യവും നടക്കണ പോലെ അങ്ങനെ നടക്കുമെന്നുള്ളതാണ്. മനഃപൂർവ്വമല്ല, ഡെലിബറേറ്റ് ആയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു വീഴ്ചയല്ല. പക്ഷെ അവർ ചെയ്യേണ്ട ജോലിയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ വന്ന് പുതിയ നേതൃത്വം വന്നതിന് ശേഷം നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് അതിൻ്റെ മുന്നൊരുക്കത്തിനും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനൊക്കെയാണ്. പാലക്കാട് ബൈ ഇലക്ഷനിൽ ഇത് നടന്നേനെ ഞങ്ങൾ ജാഗ്രത പാലിച്ചുകൊണ്ടാണ് പാലക്കാട് ബൈ ഇലക്ഷനിൽ കള്ള വോട്ട് ചേർത്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പിടിച്ചു. ഞാനടക്കമുള്ള ആളുകൾ ഇടപെട്ടു. കളക്ടറോട് പറഞ്ഞു, ഇതിൻ്റെ ഭരണാധികാരികളോട് പറഞ്ഞു, ഈ റോളിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് ഓരോ വോട്ട് ചേർത്താൽ ഞങ്ങൾ പിടിക്കുമെന്ന്. കാരണം അന്ന് പാലക്കാട് ബൈ ഇലക്ഷനിൽ ഞങ്ങൾക്ക് ഈ സംശയം ഉണ്ടായി. ഈ തൃശ്ശൂർ ഇലക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അവിടെ BJP ആണ് 2ാം സ്ഥാനത്ത് വരുന്നത്, ജയിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ നടന്നില്ല. അത് സത്യമാണ്. അതുകൊണ്ട് നടന്നത് ക്രിമിനൽ കുറ്റം അല്ലാതാവില്ലല്ലോ. ഈ തൃശ്ശൂർ ഒരു ഷുവർ സീറ്റായി കണ്ടുകൊണ്ട് BJP ഇപ്പോൾ സുരേന്ദ്രൻ ഇറക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നുണ്ട് തൃശ്ശൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് വരട്ടെന്നേ, വരുമ്പോൾ കാണാം നമുക്ക്. എന്തായാലും തൃശ്ശൂരിൽ ആ ജില്ലയിൽ 2024 സംഭവിച്ചതോ 2021 സംഭവിച്ചതോ ഒന്നും ആയിരിക്കില്ല സംഭവിക്കാൻ പോകുന്നത്. തൃശ്ശൂരിൽ സംഭവിക്കാൻ പോകുന്നത് UDFൻ്റെ സംസ്ഥാനത്തെ ഉജ്ജ്വലമായ ഒരു തിരിച്ചുവരവിൻ്റെ അതിൻ്റേതായ രീതിയിലുള്ളൊരു പ്രതിഫലനം തൃശ്ശൂരിലെ അസംബ്ലി ഇലക്ഷനിലുണ്ടാവും. ആര് വേണേലും വന്ന് മത്സരിച്ചോട്ടെ, ഞങ്ങൾ നോക്കിക്കോളാം. വെള്ളപ്പള്ളി നടേശൻ വലിയ അഭിഷേകമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ അങ്ങേക്ക് SNDPയുടെ യോഗത്തിലേക്ക് ഒരു പരിപാടി ക്ഷണമുണ്ട്, പങ്കെടുക്കുന്നുണ്ടോ? അല്ല, ഈ ചതയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് എന്നെ എറണാകുളം ജില്ലയിലെ 2 താലൂക്ക് യൂണിയനുകൾ വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. ഞാൻ SNDP യോഗമായിട്ടോ വെള്ളാപ്പള്ളി നടേശനായിട്ടോ ഞാനൊരു വഴക്കില്ല. അദ്ദേഹം പറഞ്ഞ കാര്യത്തിലുള്ള
ഒരു അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു. അങ്ങ് ഈഴോ വിരോധിയാണെന്ന് പരസ്യമായി പറഞ്ഞു. അല്ല, അദ്ദേഹമല്ലേ പറഞ്ഞത്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ അവരെന്നെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം അതിന് ഇഷ്ടമില്ലെങ്കിൽ എന്നെ വിളിച്ചതിന് ശേഷം അദ്ദേഹം വിളിച്ച് അവരോട് പറഞ്ഞേനെ, ആ ക്ഷണം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞേനെ. അദ്ദേഹം അങ്ങനെയൊന്നും പറയുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോടുള്ള എൻ്റെ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു, ഞാൻ ആ വെല്ലുവിളി സ്വീകരിച്ചു. ഞാൻ വനവാസത്തിന് പോകണമെന്ന് അത് ഞാൻ സ്വീകരിച്ചു. അല്ലാതെ ഞങ്ങൾ തമ്മിൽ വല്ല അതിർത്തി തർക്കമുണ്ടോ, ഞങ്ങൾ തമ്മിൽ വല്ല വഴക്കമുണ്ടോ? ഒരു വഴക്കുമില്ല. SNDP യോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുമാനിക്കുന്ന ആവണമല്ല. ഞാൻ എല്ലാ വർഷവും പരിപാടിക്ക് പോകും, അതിനുശേഷവും പോയിട്ടുണ്ട് പരിപാടിക്ക്. എൻ്റെ SNDP യൂണിയനും എന്നെ പരിപാടിക്ക് വിളിക്കാറുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇപ്രാവശ്യം ഒരു പ്രത്യേക ക്ഷണം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോകാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ചെമ്പഴന്തിയിൽ അന്ന് രാവിലെ എല്ലാ വർഷവും പ്രതിപക്ഷ നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയാണ് ശിവഗിരി ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ 4 വർഷവും ഞാൻ പങ്കെടുത്താണ്. 5ാമത്തെ വർഷം എന്നെ വിളിച്ചിരിക്കുകയാണ്. അതിന് ഞാൻ രാവിലെ പങ്കെടുക്കും. രാവിലെ ചെമ്പഴന്തിയിൽ പങ്കെടുക്കും, ഗുരുകുലത്തിൽ അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കും, വൈകുന്നേരം തൃപ്പൂണിത്തുറയിലും പറവൂരും പങ്കെടുക്കും. ഒന്നുമില്ല, അത് നിങ്ങൾ കുഴപ്പമാക്കല്ലേ.